തുടക്കം തന്നെ പിഴച്ചല്ലോ. ഹലോ ഗായ്സ്, കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ നൈക്കയിൽ ഓഫർ നടക്കുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാം. കൂടുതൽ പ്രോഡക്ട്സും ഹന ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളം യൂട്യൂബറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 99% ഓഫ് ദ പ്രോഡക്ട്സും അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അവരെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സും അവർ പറഞ്ഞു തരുന്നുണ്ട്. അവരെ റെക്കമെൻഡേഷനുള്ള പ്രോഡക്ട്സാണ് ഇതിൽ കൂടുതലുള്ളത്. തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇത് ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ക്ലിയറായി കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര മഴ കാരണം എൻ്റെ വോയിസ് ഒട്ടും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. ഫുൾ മഴയുടെ സൗണ്ടേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. ഞാനിതിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതും അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിൽ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെഫർ ചെയ്യാം. ഈ വീഡിയോ റെഫർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്ത് ഈ ഹന ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീഡിയോ റെഫർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വാങ്ങിച്ച പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാനൊരു മേക്കപ്പ് ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ ഷുഗറിന്റെ ഒരു ബനാന പൗഡറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ബോക്സിൽ ഉണ്ടായിരുന്നില്ല. അത് സെപ്പറേറ്റ് പാക്കേജ് ആയിട്ടാണ് തോന്നുന്നു വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് പൊട്ടിച്ചതിനകത്ത് 3 സാധനങ്ങളാണുള്ളത്. അത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിച്ചതിൽ മൊത്തം ഇങ്ങനെ ഗ്ലിറ്റർ വീണ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് തന്നെ ആദ്യം പൊട്ടിച്ചു നോക്കി. അതിലെ ഒരു ഗ്ലിറ്റർ ഐ ഷാഡോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആകെ മൊത്തം തൊഴിഞ്ഞ് മൊത്തത്തിലൊരു ഗ്ലിറ്ററി എഫക്റ്റ് ആയിരുന്നു. എനിക്കൊരു മൂഡ് പോയി അവസ്ഥയായിപ്പോയി. പിന്നെ ഞാൻ നൈക്കയിൽ തന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കി. റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന്. മാഴ്സിന്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ 12 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതിന്റെ MRP വരുന്നത് 299 റുപ്പീസ് ആണ്. ഞാനിപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചത് 236 റുപ്പീസിനാണ്. ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ട് ഇത് കാണുമായിരിക്കും. പക്ഷെ ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ നൈക്കയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. ഞാനിതിൽ വാങ്ങിച്ചിട്ടുള്ള കൂടുതൽ പ്രോഡക്ട്സും മാഴ്സിന്റെ തന്നെയാണ്. തുടക്കം തന്നെ പിഴച്ചല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത സാധനം പൊട്ടിപ്പോയി പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സാധനം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതിലുള്ളത് ഒരു കൺസീലറാണ്. ഇതും മാഴ്സിന്റെ തന്നെയാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 06 ഹണി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് എൻ്റെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റർ ഷെയ്ഡാണ്. ഇത് നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുന്ന സമയത്ത് അതിനൊരു ബേസായി കൊടുക്കാം എന്നുള്ളൊരു ഇതിൽ വാങ്ങിച്ചതാണ് ഞാൻ. ഇതിൻ്റെ MRP വരുന്നത് 249 റുപ്പീസാണ്. ഞാനിപ്പോൾ വാങ്ങിച്ചത് ഇത് 198 റുപ്പീസിനാണ്. ഇതിനും കുറച്ചൊരു കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ബോട്ടിൽ കാണുന്ന സമയത്ത്. പക്ഷെ തുറന്നു നോക്കിയപ്പം പ്രോഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എക്സ്പയറി 2029 വരുന്നുള്ളൂ. നിങ്ങൾ സെയിൽ നടക്കുന്ന സമയത്തൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴും മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ പാക്കേജ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മൾ ഡെയിലി ബേസിസിൽ മേക്കപ്പ് യൂസ് ചെയ്യാത്തൊരു ആളാണെങ്കിൽ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. ഇതൊരു ചെറിയ 75 ml ബോട്ടിലാണ്. പിന്നെ ഇതൊക്കെ ഞാൻ എത്രത്തോളം യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. വല്ലപ്പോഴും യൂസ് ചെയ്താലായി. ഇതിന്റെ MRP വരുന്നത് 220 റുപ്പീസാണ്. ഞാനിത് വാങ്ങിച്ചത് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു 177 180 റുപ്പീസിന് എന്തോ ആണ്. വാങ്ങിച്ചിട്ടുള്ളത് ഒരു മേക്കപ്പ് സ്പഞ്ചാണ്. ഇത് പ്രോഷ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു മേക്കപ്പ് സ്പഞ്ചാണ്. ഇതും അടിപൊളിയാണെന്ന് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കിങ്ങനെ പ്രോ ആയിട്ട് അറിയില്ല. പക്ഷേ ലെറ്റ്സ് ട്രൈ. ഈ ബോക്സ് ചെറുതാണെങ്കിൽ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. നെക്സ്റ്റ് ഇത് ഏതാ കാല് കവർ ഏതാ സാധനമുള്ള കവറെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലൊന്നുമില്ല. ഭാഗ്യത്തിന് ഈ ഐ ഷാഡോ പാലറ്റിൽ
ഏറ്റവും അടിപൊളിയാ എന്ന് പറഞ്ഞ ഷിമ്മർ ഷെയ്ഡ് പൊട്ടിയിട്ടില്ല, വേറൊരു ഷിമ്മർ ഷെയ്ഡാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ അങ്ങ് സഹിക്കും, കാരണം വേറെ വഴിയില്ല. കുഴപ്പമില്ല. നെക്സ്റ്റ് ഇത് ഈ ഒരു സാധനത്തിൽ ഇതെനിക്ക് ആരും റെക്കമെൻഡ് ചെയ്തതല്ല, ഇത് ഞാൻ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് നെയിൽ പോളിഷാണ്. അടിപൊളി ഒരു മാറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. നട്ട് ക്രാക്കർ ഡ്രീംസ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാം. ഇതെൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കസിൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. നൈക്കയുടെ മാറ്റ് നട്ട് ക്രാക്കർ ഡ്രീംസ് 151. ഇത് അടിപൊളിയാണ്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സാണ് ഇഷ്ടം, കുറേ ബ്രൈറ്റ് കളേഴ്സിനേക്കാളൊക്കെ. അപ്പം ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക. 130 or 14 എങ്ങാനാണ് ഞാനിത് സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കെ ബ്യൂട്ടിയുടെ ഈ ഒരു 130Y മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ ആരും റെക്കമെൻഡ് ചെയ്തിട്ട് വാങ്ങിച്ചതല്ല, ഞാൻ നൈക്കയുടെ ലെറ്റിൽ പോയി ഇട്ട് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു ഡെയിലി വെയർ ഫൗണ്ടേഷനാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇതാണ്. $131 മീഡിയം കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ. ഇതും 1200 or 1300 സാധനം ഞാൻ വാങ്ങിച്ചത് 930 അങ്ങനെ എന്തോ ഒരു എമൗണ്ടിലാണ്. നെക്സ്റ്റും ഞാൻ ഹെന ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ നല്ല പ്രൊഡക്റ്റാണെന്ന് യൂട്യൂബിൽ പറയുന്ന കണ്ടിട്ട് വാങ്ങിച്ചൊരു മാൾസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 02 ബ്രൗൺ ഷെയ്ഡിലാണ്. ബ്ലാക്ക് വാങ്ങിച്ചാൽ ഭയങ്കര തിക്കായി പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഒരു ആവശ്യത്തിന് ഞാൻ കയറി വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. ഇതിന് 2 സൈഡ് വരുന്നുണ്ട്. ഒരു സൈഡിൽ സ്പൂളിയും ഒരു സൈഡിൽ അതിൻ്റെ പെൻസിലുമാണ് വരുന്നത്. ഇതും ഭയങ്കര എന്തോ റേറ്റ് കുറവിലാണ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് വൺ വീണ്ടും മാൾസിൻ്റെ ഒരു ഗ്രിപ്പിംഗ് പ്രൈമറാണ്. ഇതും ഒരു ചോട്ട പാക്കാണ്. ഇതും ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് അഫോർഡബിൾ പ്രൈമറാണ്. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് വരുന്നത് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഡ്രൈ സ്കിന്നിനും നല്ലതാണെന്നാണ് അവർ പറഞ്ഞതായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. സോ ദിസ് വൺ. നെക്സ്റ്റ് വൺ ഈ കാർമേസിയുടെ ഒരു ഫേഷ്യൽ റേസറാണ്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഫേസ് ഷേവ് ചെയ്യുന്നത് നിർത്തി. ഞാൻ ജസ്റ്റ് അപ്പർ ലിപ്പ് മാത്രം ട്രിമ്മർ വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യായിരുന്നു ചെയ്യാറ്. സോ അങ്ങനെ ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ വാങ്ങിച്ചു. മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളൊന്ന് റേസർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ബേസും ഫിനിഷൊക്കെ കിട്ടുമെന്നാണ് പ്രഗത്ഭർ പറയുന്നത്. സോ ഞാൻ നൈക്കയിൽ നോക്കിയപ്പം ഈ പ്രോഡക്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിപ്പോൾ തന്നെ റീപ്ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡാമേജ് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ബാക്കി ബില്ലൊക്കെയാണ്. ബാക്കി കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നൈക്കയിൽ സെയിൽ നടക്കുമ്പം അതിനേക്കാളും കുറച്ചും കൂടെ വില കുറവ് ഫ്ലിപ്കാർട്ട് കണ്ടപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് സാധനം കൂടെ എനിക്ക് വരാനുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഞാനിത് വെച്ചിട്ടൊരു മേക്കപ്പ് ലുക്കും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ മേക്കപ്പ് ഒരു എക്സ്പേർട്ടൊന്നുമല്ല. അതും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടെ തന്നെ ഞാൻ ഷുഗറിൻ്റെ ഒരു ബനാന പൗഡറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. വേറെ തന്നെ ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഓരോന്നിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.